ബോളിവുഡിനെ ഭരിച്ചിരുന്ന സൂപ്പർ താരം അക്ഷയ് കുമാറിൻ്റെ പുതിയ ചിത്രങ്ങളെ പ്രേക്ഷകർ കൈവിടുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ സർഫീരയ്ക്ക് ആദ്യ ദിനം ലഭിച്ചത് വെറും 2 കോടി രൂപ മാത്രം. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു അക്ഷയ് കുമാർ ചിത്രത്തിനും ലഭിക്കുന്ന ഏറ്റവും മോശം ഓപ്പണിംഗ് കളക്ഷനാണിത്. സുധ കൊങ്കാര തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. അക്ഷയ് കുമാറിൻ്റെ 150ാം സിനിമയെന്ന വിശേഷണവുമായാണ് സർഫീര എത്തിയത്. 80 കോടിയാണ് ബജറ്റ്. ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഈ ചിത്രവും കനത്ത പരാജയമായി മാറിയേക്കാം. ഇതിനു മുമ്പ് റിലീസ് ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം ബഡേ മിയാൻ ചോട്ടെ മിയാന് ആദ്യ ദിനം 16 കോടിയാണ് കളക്ഷനായി ലഭിച്ചത്. എന്നാൽ സിനിമയുടെ ആജീവനാന്ത കളക്ഷൻ 59 കോടിയായിരുന്നു. 350 കോടി മുതൽ മുടക്കിയ ചിത്രത്തിന് അതിൻ്റെ 1/4 കളക്ഷൻ പോലും നേടാൻ സാധിച്ചില്ല എന്നത് മാത്രമല്ല, നിർമ്മാതാക്കൾ വലിയ കടക്കെണിയിൽ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓഫീസ് അഡ്വാൻസ് ബുക്കിങ്ങിലും സർഫീരയ്ക്ക് വലിയ നിരാശകൾ ആയിരുന്നു. അക്ഷയ് കുമാർ അഭിനയിച്ച സമീപകാല സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായത് സർഫീരയെയും ബാധിച്ചു. സിനിപോളിസ്, PVR എന്നീ മുൻനിര ദേശീയ ശൃംഖലകളിലുടനീളം 1800 ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയത്. കോവിഡിന് മുൻപ് ഏറ്റവും അധികം 200 കോടി ക്ലബ്ബ് ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ബോളിവുഡിൻ്റെ സൂപ്പർ താരമായിരുന്നു അക്ഷയ് കുമാർ. എന്നാൽ കോവിഡിന് ശേഷം ഇറങ്ങിയ അക്ഷയ് കുമാർ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും അമ്പേ പരാജയമായി മാറിയിട്ടുണ്ട്. ബോളിവുഡിനെ ഭരിച്ചിരുന്ന സൂപ്പർ താരം അക്ഷയ് കുമാറിൻ്റെ പുതിയ ചിത്രങ്ങളെ പ്രേക്ഷകർ കൈവിടുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ സർഫീരയ്ക്ക് ആദ്യ ദിനം ലഭിച്ചത് വെറും 2 കോടി രൂപ മാത്രം. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു അക്ഷയ് കുമാർ ചിത്രത്തിനും ലഭിക്കുന്ന ഏറ്റവും മോശം ഓപ്പണിംഗ് കളക്ഷനാണിത്. സുധ കൊങ്കാര തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. അക്ഷയ് കുമാറിൻ്റെ 150ാം സിനിമയെന്ന വിശേഷണവുമായാണ് സർഫീര എത്തിയത്. 80 കോടിയാണ് ബജറ്റ്. ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഈ ചിത്രവും കനത്ത പരാജയമായി മാറിയേക്കാം. ഇതിനു മുമ്പ് റിലീസ് ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം ബഡേ മിയാൻ ചോട്ടെ മിയാന് ആദ്യ ദിനം 16 കോടിയാണ് കളക്ഷനായി ലഭിച്ചത്. എന്നാൽ സിനിമയുടെ ആജീവനാന്ത കളക്ഷൻ 59 കോടിയായിരുന്നു. 350 കോടി മുതൽ മുടക്കിയ ചിത്രത്തിന് അതിൻ്റെ 1/4 കളക്ഷൻ പോലും നേടാൻ സാധിച്ചില്ല എന്നത് മാത്രമല്ല, നിർമ്മാതാക്കൾ വലിയ കടക്കെണിയിൽ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓഫീസ് അഡ്വാൻസ് ബുക്കിങ്ങിലും സർഫീരയ്ക്ക് വലിയ നിരാശകൾ ആയിരുന്നു. അക്ഷയ് കുമാർ അഭിനയിച്ച സമീപകാല സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായത് സർഫീരയെയും ബാധിച്ചു. സിനിപോളിസ്, PVR എന്നീ മുൻനിര ദേശീയ ശൃംഖലകളിലുടനീളം 1800 ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയത്. കോവിഡിന് മുൻപ് ഏറ്റവും അധികം 200 കോടി ക്ലബ്ബ് ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ബോളിവുഡിൻ്റെ സൂപ്പർ താരമായിരുന്നു അക്ഷയ് കുമാർ. എന്നാൽ കോവിഡിന് ശേഷം ഇറങ്ങിയ അക്ഷയ് കുമാർ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും അമ്പേ പരാജയമായി മാറിയിട്ടുണ്ട്.